My Team, My Generation Digital Hub, Tamasha Bazaar, co-powered by Jiproc Amazing Ceiling Designs ന്റെ മറ്റൊരു കിടിലോസ്കി അധ്യായത്തിലേക്ക് സ്വാഗതം. MyG presents Tamasha Bazaar, powered by Jiproc Amazing Ceiling Designs. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിരിയുടെ മൊത്ത കച്ചവടക്കാരാണ് ഞങ്ങൾ. ഇന്നത്തെ അധ്യായത്തിലും ഒരുപാട് രസകാഴ്ചകളുണ്ട്. എന്താണെന്നൊന്ന് കാണണ്ടേ? നമുക്കൊന്ന് എത്തി നോക്കാം. സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. നമുക്ക് ഇഷ്ടം പോലെ പശു, ആട്, പോത്ത്, കോഴി, താറാവ് ഒക്കെ വീട്ടിലുണ്ട്. എല്ലാ ദിവസവും മൃഗങ്ങൾ നോക്കും. ഒരു ദിവസം പോലും അതുങ്ങളെ പിണങ്ങി മാറിയിരിക്കുകയില്ല. അങ്ങനെയുള്ള അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് മക്കളെ കാണുന്നതിന് എന്താ കുഴപ്പം? എന്നും പോത്ത്, പട്ടി, പശു ഈ വക സാധനങ്ങളെ കണ്ടുപടുത്ത അമ്മയ്ക്ക് ഇടക്ക് കണ്ടാമൃഗത്തെ കാണണമെന്ന് ആഗ്രഹം തോന്നില്ലേ? കൊടുമുടിയിൽ പുതിയൊരു തിങ്കക്കാലയുദിച്ചു പിന്നിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. സംഗീതാത്മകമായിട്ട് ഏത് വണ്ടിയും കുത്തിപ്പൊക്കാൻ സാഗർ ഏലിയാസ് ജാക്കി. ഞങ്ങളുടെ പ്രത്യേകത ലോറി, കാറ്, ടെമ്പോ വാൻ, ജീപ്പ്, വണ്ടി ഏതുമായിക്കോട്ടെ സാഗർ ഏലിയാസ് ജാക്കി. എന്താണ് പേടിച്ചു പോയല്ലോ? നീ തിരുമ്മി തിരുമ്മി അത് കീറിക്കളയില്ല. ഇന്നലെ വന്ന ലോഡാ അത്. നിന്റെ കുണുങ്ങാതെ കാര്യം പറവണ്ണേ. പണി എടുത്തോണ്ടിരിക്കുന്ന കാണാൻ മേലേ. ബേബിച്ചൻ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവോ? ഇന്നത്തെ ദിവസത്തിന്റെ 17-ാം തീയതി. അയ്യോ, ഇന്നല്ലേ ബാങ്കിൽ ലോൺ അടക്കണ്ടേ? ചിട്ടി പൈസ, LIC, കടയുടെ ബാധിക്കും. ഇന്നൊരു ദുരന്ത ദിവസം തന്നെയാ. ബേബിച്ച അതല്ല ബേബിച്ച, ഒന്നോടെ ശരിക്കും ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. കുളിരുത്തല്ലേ എന്നെ പറ. ഓർക്കുന്നല്ലോടി എന്നാന്ന്. ഇങ്ങോട്ട് തിരിഞ്ഞേ പറയട്ടെ. ഇന്നാണ് നമ്മൾ രണ്ടുപേരും ആദ്യമായി കണ്ട ദിവസം. ഒരു കണക്കിന് അതും ഒരു ദുരന്ത ദിവസം അല്ലേടി? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്നാ പറഞ്ഞ ദുരന്തം അല്ലേ? ഞാനല്ലേ? തനിക്കൊരു ദുരന്തമാണല്ലോ. ഞാൻ തനിക്കൊരു ദുരന്തമാണല്ലോ. സമാധാനം പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ തനിക്കൊരു ദുരന്തം. ഞാൻ ഇത്രയും കാലം തന്റെ കൂടെ നിന്നിട്ട് ഞാൻ ദുരന്തമാണല്ലോ ഇത്ര കാലം. ഞാനിപ്പോ ദുരന്തം അല്ലേ? ഇങ്ങോട്ട് പാടോ തന്നെ പറഞ്ഞു പോയാന്ന്. അയ്യോ, ജിലേബി വെച്ചെറിയാൻ എനിക്ക് ഷുഗർ ഉള്ളതാ. നന്നായി കുറച്ച് തിന്നോ. അയ്യോ, ഓടിവായോ. വട്ടക്കേക്കിന് ഉറുമരിക്കാൻ പഴം പോട്ടെ, എല്ലാം പോട്ടെ. ഞാനൊരു ദുരന്തം. തലകെട്ടി കിട്ടും. നീ ആപ്പിൾ വെച്ചെറിഞ്ഞ നിന്റെ പ്രിയപ്പെട്ട ഫോൺ ഞാൻ തല്ലി പൊട്ടിക്കും. അയ്യേടാ, പള്ളി പോയി പറഞ്ഞാ മതി. എന്റെ ഈ ഫോണിലെ മൈജിയുടെ G.പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടാ. എന്റെ ഫോണെ എത്രയും പെട്ടെന്ന് മൈജി സർവീസ് ചെയ്ത് തരും. പോണോ? എനിക്ക് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? പാപ്പച്ച, ഈ മനുഷ്യന് ഞാനിപ്പോ ഒരു ദുരന്താണെന്ന്. അത്രേ ഉള്ള ആ ദുരന്തം അവിടെ നിൽക്കട്ടെ. ഈ കാണാവുന്ന ഈ ദുരന്തത്തിന് ആര് സമാനം പറയും? അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പാപ്പച്ച,
ഈ കിടക്കുന്നതിന്റെ ഒക്കെ കണക്കെടുത്തിട്ട് അതിന്റെ ബില്ല് എടുത്തിട്ട് എന്റെ കയ്യിൽ തന്നാ മതി. ബേബിച്ചൻ ആ ബില്ല് വേഗം വീണ്ടും ദുരന്തം. ഓ, വീണ്ടും എന്നെ ദുരന്തം എന്ന് നീ വിളിച്ചിട്ട് ദുരന്തം തന്നെ ആടി. ദൈവം നിർത്ത്. ഇത് എറിഞ്ഞു പൊട്ടിക്കാൻ എന്റെ കടയിൽ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് എന്നാത്തിനാ? ഇങ്ങോട്ട് വാ. കൈ ഇങ്ങോട്ട് കൊണ്ട. ഇല്ല, ഞാൻ തരികയില്ല. എന്റെ കൈ വേവിച്ച കൈ കൊണ്ട. തരികയില്ല. നിങ്ങൾ കൊടുക്കും മനുഷ്യ. കൊണ്ട. 2 വിരൽ തരാം. ആ ഒരു വിരൽ തന്നാ. പിടി. പിടിക്ക്. പിടിക്ക് കാണി. പിടി. ആ അവനല്ലേ ഇന്നെ. ചിരിച്ചേ. ചിരിക്ക്. അയ്യാ. ചിരിക്ക്. ചിരി. കൊണ്ട് ചിരി. ആണി അങ്ങ് ചിരി കാണി. അത്ര ഉള്ളൂ. അയ്യോ. മരുന്ന് കഴിച്ചില്ലായിരുന്നോ? എണീറ്റ് പോടാർക്കാന്ന്. ഫോൺ ഹലോ. അയ്യോ അമ്മ. അയ്യോ അമ്മേ. അമ്മ. അമ്മക്ക് എന്ത് പറ്റി? അമ്മ. അമ്മയ്ക്ക് എന്താ പറ്റിയ ബേബിച്ചാ പറ. അമ്മ ഇങ്ങോട്ട് എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. അയ്യോ അവനെ താങ്ങി പിടിക്കോട്ടെ അവിടുന്ന്. ആ, ഞാൻ പിടിച്ചോളാം. ഹേ? എന്റെ അമ്മ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ മാത്രമല്ല, നമ്മൾ രണ്ടുപേരെ സമ്മതിക്കില്ല. അതെന്നാ? ആ തള്ളയുടെ കാലി മോളി കുത്താൻ ഞാൻ സമ്മതിക്കില്ല. ബേബിച്ച മര്യാദക്ക് അവരോട് വിളിച്ചു പറ, ഇങ്ങോട്ട് വരരുതെന്ന് പറ. എടി, ഞാൻ പറയുന്നോന്ന് കേക്കടി ആദ്യം. വിളിച്ചു പറ. നീ ഒന്ന് പറയുന്ന കേൾക്കാനായിട്ട്. ബേബിച്ചാ, ദേ വിളിച്ച് പറയ്. വേവിച്ചൻ വിളിക്കോ വിളിക്കാതെ ഇരിക്കട്ടെ. അമ്മ വരുവോ വരാതെയോ ഇരിക്കട്ടെ. അതിന് ഭരണി എന്ത് വെച്ചിട്ട് നമുക്ക്. ഇനി പറ. എന്റെ പാപ്പച്ച, എന്റെ അമ്മയെന്ന് പറഞ്ഞ എന്നാ പാവാന്നറിയോ? അമ്മക്ക് ഇഷ്ടം പോലെ പശു, ആട്, പോത്ത്, കോഴി, താറാവ് ഒക്കെ വീട്ടിലുണ്ട്. എല്ലാ ദിവസവും മൃഗങ്ങൾ നോക്കും. ഒരു ദിവസം പോലും അതുങ്ങളെ പിണങ്ങി മാറിയിരിക്കുകയില്ല. അങ്ങനെയുള്ള അമ്മ ഒരു ദിവസം ഇവിടെ വന്ന് മക്കളെ കാണുന്നതിന് എന്താ കുഴപ്പം? അത് ബേബിച്ച പറഞ്ഞ കറക്റ്റാണ്. കാരണം ഒരു വെറൈറ്റി ആരാണ് ആഗ്രഹിക്കാത്തത്? എന്നും പോത്ത്, പട്ടി, പശു ഈ വക സാധനങ്ങളെ കണ്ടുപടുത്ത അമ്മയ്ക്ക് ഇടക്ക് കണ്ടാമൃഗത്തെ കാണണമെന്ന് ആഗ്രഹം തോന്നില്ലേ? പാപ്പച്ചാ, ഞാൻ പിന്നെ- എന്താ? ഈ ബുദ്ധി ഉണ്ടോ? ഇങ്ങോട്ട് വന്നേ. അവളെ എവിടെ കൊണ്ടുപോകണം? എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ബുദ്ധി ഉണ്ടോ? എന്നാ അത് കുറച്ച് പ്രയോഗിക്ക്. അമ്മ വരുമ്പോ നല്ല സോപ്പിട്ട് നിർത്തണം. ആ സുന്ദരിയായിട്ടുണ്ടല്ലോ, ആഹാരം കഴിക്കാറില്ലേ, വന്ന് ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോയാ മതി എന്നല്ല പറഞ്ഞ് സുഖിപ്പിക്കണം. ഒരാഴ്ച ആ തള്ള ഇവിടെ, അതും എന്റെ കൂടെ. തന്നെയും കൂടെ ഞാൻ പിടിച്ചിട്ടിരിക്കും കേട്ടോ. ആ തള്ളയുടെ കൂടെ എനിക്ക് ഒരാഴ്ച നിക്കാൻ പറ്റില്ല. അതല്ല, ഈ പശു, ആട്, കോയിനൊക്കെ വിട്ടിട്ട് ഒരു ദിവസം പോലും നിക്കൂല എന്ന് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ അത് പറഞ്ഞോണ്ട് നിക്കൂലല്ലോ. പൈസ അടിച്ചു മാറ്റി എടുത്തൂടെ? അത് നല്ല ഐഡിയ. അതല്ലേ പറഞ്ഞ ബുദ്ധി വേണം. ബുദ്ധി. തന്റെ ബുദ്ധിയൊക്കെ ഇപ്പൊ എവിടെയാണോ ഇരിക്കുന്നത്? ഇത് കൊള്ളാലോ. ബേബിച്ചാ, അമ്മച്ചി എപ്പോഴാ വരുന്നേ? അമ്മച്ചി ഏർലി മോർണിംഗ് നടന്നു വരും. ആണോ? വേഗം വരാൻ പറ. വിളിക്ക്. അമ്മേ പോര് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. കഴിഞ്ഞു. എന്ത് നോക്കിക്ക, ഇന്നാ ജോണിച്ചന്റെ മോന്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് റെഡി ആക്കട്ടെ നമുക്ക്. ഇങ്ങോട്ട് നമ്മുടെ ഷർട്ട് സാധനം എടുക്കുമ്പോൾ ഒന്നും പഴകിക്കളയരുത്. ദേ കിടക്കണം. എന്തൊക്കെ യുദ്ധമായിരുന്നു ഇവിടെ. അയ്യോ ബേബിച്ചാ, എന്നാ മാതളാരങ്ങയാ? അയ്യോ അതല്ല, ഇങ്ങ് വന്നേ. അതെ, നിങ്ങളുടെ അമ്മച്ചി എങ്ങാനും വരുമ്പോ നിങ്ങളുടെ കുഞ്ഞുനാളിലെ പേരെങ്ങാനും ഇവിടെ കിടന്ന് അലറി കൂവിയ ആകെ നാണക്കേടാവും. ഞാനും കിട്ടിട്ട് പോകും കേട്ടോ. പിന്നെ ഞാനും നിങ്ങളുമായിട്ട് ഒരു ബന്ധം കാണത്തില്ല കേട്ടോ. നീ അങ്ങാനും അമ്മ ആ പേര് പറയോ? പറഞ്ഞാ ഞാൻ ഇവിടെ നാണം കെട്ട് നാറിപ്പോകുള്ളൂ. പിന്നല്ലേ? ഓ, ഈ മാള് മൊത്തം അറിയും. എന്തൊരു നാണക്കേടാ. പറയിപ്പിക്കരുത്. ഇല്ല, പറയേല അമ്മ, ഉറപ്പാ കാര്യം. ആ, നീ വാ. എന്നാ കൊഴപ്പില്ലല്ലേ? വാ. നോക്കിപ്പോ ബേബിച്ചാ. ഹായ്. കല്ലുമഴ കേട്ടിട്ടുണ്ട്. ഇതന്നെ റിസ്ക് മഴ. ആ റിസ്ക് എടുക്കണ്ട, അത് റിസ്ക് ആണ്. ദേ കണ്ടിട്ടെ, പാപ്പച്ചന്റെ കടയിലെ സാധനം പോലെ ഉണ്ട്. വേണ്ട, എടുക്കണ്ട. വലിച്ചെറിഞ്ഞ ഓ, ആ, എന്താ? കിടക്കുന്നത് ഇതെന്തോ സംഭവം? അത് പിന്നെ ഒരു ഇത് ബർത്ത്ഡേ ആയിരുന്നേ. ബർത്ത്ഡേ മുറിച്ച ചെതറിപ്പോയതല്ല. ആണോ? അതെ, ഞങ്ങളൊരു വഴി വരെ പോവാ. കടയിലോട്ട് ഒരു കണ്ണ് വേണം. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പൊ എവിടെ പോവാ? ഞങ്ങള് സിനിമ കാണാൻ പോവാ. ഏത് പടത്തിന്? മറ്റേ ഇത് ആ, ക്ലൂ ജുറാസി പാർക്ക് ആയിരിക്കും. അല്ലല്ല, അതുക്കും മേലെ. ഇതെന്തുവാ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ഒരു ക്ലൂ തരാം. 2 അക്ഷരമാണോ ഉള്ളത്. ആദ്യത്തെ അക്ഷരം അവസാനത്തെ അക്ഷരം ഞാൻ പറയാം. ആദ്യത്തെ അക്ഷരം പ്രേ, അവസാനത്തെ അക്ഷരം തം.
ഇത് പ്രേതമല്ലേ? എന്റെ ജനി എന്തിനാ വെറുതെ ഈ സിനിമയ്ക്കൊക്കെ പോയി കാശ് കളയുന്നത്? കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യേ. ഇപ്പൊ ഒറിജിനൽ പ്രേതത്തിനെ ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ പ്രേതോ? ആ ഇങ്ങനെ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരും. അങ്ങ് തന്നോണ്ടല്ലോ. കാണിച്ചു തരാം. സൂപ്പർ കോമഡിയാ, സൂപ്പർ കോമഡി. അയ്യോ അമ്മച്ചി. അയ്യോ അമ്മേ. ഇങ്ങ് മാറ് എന്റെ ബേബിച്ച, എന്റെ അമ്മച്ചിയായത്. ഇങ്ങ് മാറ്. അയ്യോ അമ്മച്ചി. അത് ശരി. അയ്യോ അങ്ങ് മെലിഞ്ഞ് അങ്ങ് കറുത്തു പോയല്ലോ. എന്നാ സുന്ദരിയായിരുന്നു അറിയാമോ എന്റെ അമ്മച്ചി. നേരത്തെ പറഞ്ഞ അയ്യോ അമ്മച്ചി സുഖാണോ? ഭക്ഷണം ഒന്നും ശരിയല്ലെന്ന് തോന്നുന്നല്ലോ. അങ്ങ് മെലിഞ്ഞ്. ഉത്തമ, അതെ അമ്മച്ചിക്ക് ഈ ഒരു നല്ലൊരു ജ്യൂസ് എടുത്തേ. ഐസ് ഇട്ടോ, ഷുഗർ വേണ്ട കേട്ടോ. അല്ലേ അമ്മച്ചി? ഒന്ന് മാറിയെന്നേ. അമ്മക്ക് എന്തോ എന്നോട് പറയാനുണ്ടോ? എന്താ അമ്മേ? ഞാൻ അന്വേഷിച്ചു പിടിച്ച കല്യാണക്കാര്യം കഴിച്ച ആ പെണ്ണ് തന്നെയാണോടാ ഇത്? ആ മുതല് തന്നെയാണ് അമ്മേ ഈ മുതല്. എന്റെ ഉടയമ്പരാനെ, ഇവക്ക് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? എന്താന്ന് എനിക്കറിയാലോ. ഈ ഇടയ്ക്കിടയ്ക്ക് ഇവള് കിടന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. രാത്രി ഉറക്കത്തില് ഏതോ മാലാക വന്ന് ഇവളെ ശല്യപ്പെടുത്തുന്നു. നീ എത്രയും പെട്ടെന്ന് അമ്മയെ പോന്നു. ഞാൻ അതങ്ങ് വിശ്വസിച്ചില്ലായിരുന്നേ. പക്ഷെ ഇപ്പൊ ഡെയിലി കിടന്നുകൊണ്ട് എന്റെ അടുത്ത് അമ്മയെ കാണണം പറഞ്ഞ് വഴക്കാ. അങ്ങനെയാണ് ഞാൻ അമ്മയോട് വരാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, അമ്മച്ചി. എന്റെ പൊന്നുമോളെ. അമ്മച്ചിക്ക് സുഖല്ലേ? അടുത്തടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച. അയ്യടാ, ഇപ്പൊ എന്തൊരു സ്നേഹം. ഞാൻ ഇല്ലായിരുന്നേ കാണായിരുന്നു. ഈ മോളിൽ കൂടി അമ്മച്ചി തേരാപ്പാരെ അന്വേഷിച്ച് നടക്കും ഒരു തുണിക്കട. പക്ഷെ നമ്മുടെ അറിവിൽ ഇവിടെ ബേബിച്ചന് മാത്രമേ തുണിക്കടയുള്ളൂ. നമുക്ക് മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ബേബിച്ചനെ നല്ലെന്നേ പറഞ്ഞേ. വേറെ ഏതാണ്ട് ഒരു പേരിൽ ഒരു തുണിക്കട അന്വേഷിച്ച് അമ്മച്ചി ഇവിടെ വന്നേ. വേറെ ഏതാണ്ട് ഒരു അൽക്കുലത്ത് പേരുന്നേ. ഞാൻ ഇത്ര ആലോചിച്ചു. ഒന്നുമില്ല പോ. ബേബിച്ചെന്ന് തന്നെ ആയിരിക്കും. കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. ബേബിച്ചനൊന്നുമല്ല. അയ്യോ അമ്മ ആ പേര് പറഞ്ഞ എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ബേബിച്ചന്റെ മുഖത്തൊരു വാട്ടമേ. ഒരു വാട്ടമില്ല. അമ്മമാര് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ തക്കുടു പൊന്നുമോനെ എന്നൊക്കെ വിളിക്കും. കുടുവിക്കുടു ഒന്നുമല്ല. ഇതേതാണ്ട് തെറി വിളിക്കുന്ന പോലെ ഒരു പേരായിരുന്നു. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാം. അമ്മച്ചി അല്ല, ഏതാ പേര് വിളിച്ച അമ്മച്ചി? ഒരു പേരുമില്ല, ഒരു പേരുമില്ല. അപ്പൊ മാറിക്കേ, ഒരു പേരുമില്ല. അല്ല അമ്മച്ചി പറഞ്ഞു. എന്നാലും അത് എന്നാ പേരാ? ഒന്ന് പറയാൻ പറയരുത് അമ്മ. പറയുന്നല്ലേ അമ്മ? അയ്യോ അങ്ങനെ പറയല്ലേ. എന്ത് ബേബിച്ചത് കുറച്ച് പിള്ളേരെ പോലെ. ഒന്ന് മാറിക്ക, അമ്മച്ചി പറയട്ടെ. അമ്മയോട് പറഞ്ഞാൽ എനിക്ക് മോളിൽ ജീവിക്കാൻ പറ്റില്ല അമ്മ. അതുകൊണ്ടാ പ്ലീസ്. ഞാൻ പറയട്ടെടാ പൊറിഞ്ചു. അത് തന്നെ പൊറിഞ്ചു. ആ പേരാ പറഞ്ഞത്. ഇപ്പൊ ഓർമ്മ വന്നു. പൊറിഞ്ചു. എവിടെ മുഖം ഒന്ന് കാണട്ടെ. പൊറിഞ്ചു. അതെ, ഇങ്ങനെ ശരിക്കണം കേട്ടോ. പാവം മനുഷ്യനെ അങ്ങനെ കളിയാക്കരുത്. ശരിയല്ല, അങ്ങനെ പറയരുത് കേട്ടോ. പോട്ടെ അമ്മച്ചി, സാരമില്ല. അച്ഛാ പോട്ടെ അച്ഛാ, അത് വിട്, സാരമില്ല. പക്ഷെ എന്താ പേരെന്തായിരുന്നു? എന്തായിരുന്നു എന്താ അമ്മച്ചി പേര്? പൊറിഞ്ചു. നിർത്തുന്നുണ്ടോ? നിർത്തിക്കേ. മതി, ഇങ്ങനെ പണി നോക്കാൻ നോക്കൂ. പൊറഞ്ചുവിന്റെ അമ്മക്ക് ജ്യൂസ്. അത് പൊറിഞ്ചുവിന്റെ അമ്മയ്ക്കല്ല, പൊറിഞ്ചുവിന് കൊടുക്കും. ഒരുപാട് ക്ഷീണിച്ച് വേർത്ത് പാവം. അപ്പൊ പൊറിഞ്ചു ആൻഡ് ഫാമിലി ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് അയ്യോ അമ്മേ, എന്നാലും അമ്മ അങ്ങ് മെലിഞ്ഞു പോയി. ഒരാഴ്ച എങ്കിലും എന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ ഞാൻ അമ്മയ്ക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നല്ല പുഷ്ടിപ്പിച്ചങ്ങ് എടുത്തേനെ. പക്ഷെ അതെങ്ങനെ പറ്റൂലേ? അവിടെ എങ്കിൽ വീട്ടിലാണെങ്കിൽ പശു, ആട്, മുട്ട, ചിക്കൻ. അയ്യോ, പക്ഷെ ഒന്ന് കൈ കിട്ടിയാ ഞാനങ്ങ് പൊലിപ്പിച്ചേനെ. അയ്യോ ഒന്നും പറയണ്ട. ആ പശുക്കൾക്കൊക്കെ പിന്നെ ആരുണ്ടല്ലേ പാവം. സാരമില്ല, ഞാൻ അങ്ങ് ക്ഷമിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്. ആ പശുവിനൊക്കെ ഈ പറഞ്ഞ ആടും കോഴിയും പശു ഒക്കെ അല്ലേ, ആ വീട് ഉൾപ്പെടെ ഞാനങ്ങോട്ട് വിറ്റ് കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഇനി പോണില്ലേ? ആ ഇല്ല, ഞാനേ ഇനിയുള്ള കാലം മുഴുവൻ എന്റെ മോന്റെ കൂടെ താമസിക്കാൻ പോകും. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഈ ഐഡിയ വേണ്ടെന്ന്. ഞങ്ങള് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ട്, വയസ്സായവർ ആരും അങ്ങോട്ട് കൊണ്ടുവരരുത്. അപ്പൊ തന്നെ ഞങ്ങൾ അടിച്ചു വെളി കളയുന്നു പറഞ്ഞു. അവന്റെ ഒരു ഫ്ലാറ്റ് നീ ഇങ്ങോട്ട് നോക്കേ. നോക്കേ, ഇതെന്താണത്? ഇത് കൊട്ടാരല്ലേ? അതെ, ഈ കൊട്ടാര്
അതിന്റെ താക്കോല്. താക്കോൽ എന്റെ കയ്യില്. സമാധാനമായല്ലോ. മോക്ക് സന്തോഷമായില്ല? സന്തോഷായി അമ്മച്ചി. എനിക്ക് സന്തോഷമായി അമ്മ. ഇനി മോള് വേണം ഈ വീടിന്റെ മാസാമാസമുള്ള വാടക കൊടുക്കാൻ. അപ്പൊ അമ്മയ്ക്ക് സന്തോഷവും. ബേബിച്ചാ, ഒരു പൊന്ന തള്ളയും ബേബിച്ചനും കൂടെ എന്നെ അങ്ങോട്ട് വാ കേട്ടോ. വിളിച്ചോണ്ട് പോ. ഇന്ന് നമ്മുടെ മോള് വിസിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജനറേഷൻസിന്റെ നായിക, ഒരു 1-2 കാലഘട്ടങ്ങൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ട്രെൻഡ് മേക്കർ, ഒരു പ്രിയ നടി, നായിക, ഒരുമാതിരി എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെയും ഹീറോയിൻ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ലെറ്റ്സ് വെൽക്കം അംബിക മാം. ഹലോ മാം, വെൽക്കം ടു തമാശ ബസാർ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മാമിനെ പോലെ ഒരാൾ വരണമെന്നുള്ളത്. കാരണം എന്താ അറിയോ, നമ്മള് ഈ തലമുറയിലുള്ള ഒത്തിരി പേരെ നമ്മള് മോളിലേക്ക് വന്നു. ഇപ്പോഴത്തെ ഒത്തിരി സെലിബ്രിറ്റീസ് നമുക്ക് കണ്ടു. പക്ഷെ മാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ജനറേഷൻസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു എവർഗ്രീൻ ഹീറോയിനാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നല്ലോ. കാരണം സാധാരണ മോൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലേറ്റസ്റ്റ് ജനറേഷനിലുള്ള പിള്ളേർക്ക് മാത്രമേ മോളിനെ കുറിച്ച് അറിയാവൂ എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ ന്യൂ ജനറേഷൻ തന്നെയാണ്. ഓൾ ടൈം ഹിറ്റ് ജനറേഷൻ. ശരിക്കും മോളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ മുഴുവൻ കാണിച്ചിരിക്കുന്നത്. ഒന്ന് എന്റെ ഫേവറേറ്റ് തിയേറ്റർ മൂവി വേണം. പിന്നെ മൂവിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അത് വേണം. കഫേ വേണം. അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ഇതായി കഴിഞ്ഞാല് കയ്യിലിരിക്കുന്ന കാശ് ചെലവാക്കണ്ടേ. അപ്പൊ അതിന് ഡ്രസ്സായി. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് എന്റർടൈൻമെന്റ് കൊടുക്കണം. അപ്പൊ മ്യൂസിക്കുമായി എല്ലാം ഉണ്ട്. ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും അതൊരു പിന്നല്ല ഒരു ഹരമാണ്. കാരണം ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവേഴ്സ് നമുക്ക് എത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താലും സമയം പോകുന്നതും അറിയില്ല. ഇറ്റ് ഇസ് ഗുഡ് ഫോർ യു ഓൾസോ. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഈ ഒരു കാര്യത്തിനെങ്കിലും ഷോപ്പിംഗ് മാളിൽ പോവുക, നിറച്ച് കാശ് ചെലവാക്കുക, വീട്ടിൽ വന്നിട്ട് ചീത്ത വാങ്ങിക്കുക. അപ്പൊ ഇത് എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യമാണ്. സോ മാം, 40 വർഷത്തെ അഭിനയ സബരിയ. നമ്മള് ആക്ടേഴ്സിന് നമ്മളിത് പറയും, അവര് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിലനിൽക്കും. നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് കാണും. പക്ഷെ ഹീറോയിൻസ് ഇത്രയും വർഷം ആക്റ്റീവായിട്ട് സിനിമയിൽ നിലനിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കും റെക്കോർഡാണ്. ഇത്രയും വർഷം സ്റ്റിൽ യു ആർ ആക്റ്റീവ്. ഇപ്പോഴും അതർ തമിഴ്, തെലുങ്ക്, കന്നഡത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ ഇപ്പൊ ഒരു പടം വരുന്നുണ്ട്. സോ എങ്ങനെ സാധിച്ചു? എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് ആക്ടിങ് ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മളെങ്ങനെ നിൽക്കാൻ അനുവദിക്കുന്ന സമയം വരെ ഈ സിനിമ ഫീൽഡിൽ തന്നെ നിൽക്കണം. അത് എൻ്റെ ആഗ്രഹം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള പിൻഗാമികൾ എന്ന് പറയുന്ന ആ ഗ്രൂപ്പും ഈ സിനിമയിൽ വരണം എന്നുള്ളതായിരുന്നു എൻ്റെയും ആഗ്രഹം. അതുകൊണ്ട് എൻ്റെ മകനും ഇപ്പം അഭിനയിക്കാൻ വേണ്ടി വരുന്നുണ്ട്. സൂപ്പർ. അപ്പൊ അടുത്തൊരു താരപുത്രനെ ഞങ്ങള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ? അങ്ങനെയല്ലേ പറയേണ്ടത്? സോ 200+ മൂവീസ് അല്ലെ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക്? എന്റെ അറിവ് ശരിയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ മാം കൂടെ അഭിനയിക്കാത്ത നായകന്മാർ വളരെ കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ ഹീറോയിനായിട്ട് അഭിനയിക്കാത്ത 2 പേര്, ഒന്ന് MGR അയ്യ, പുരക്ഷി തിലകം, ഒന്ന് മധുസാറ്. കാരണം മധുസാറിന്റെ മകളായിട്ടും അനിയത്തിയായിട്ടും ഒക്കെ വന്നു എന്നല്ലാതെ ഹീറോയിനായിട്ട് വന്നിട്ടില്ല. ഈ 2 പേരല്ലാതെ എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. അമ്മച്ചി ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയണത് വല്ല വ്യത്യാസം ഉണ്ടായി. ഞാൻ ഈ പറയണ അങ്ങോട്ട് പോവല്ലേ, നാട്ടുകാർ കേൾക്കും. ഇതൊരു മോളാണ്. നാട്ടുകാരെ
അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ടുള്ള കാര്യം തന്നെ. അയ്യോ, ഇനി ഞാൻ ഇതിനെ സമ്മതിക്കൂല. ഈ തള്ളയ്ക്ക് വല്ല തോന്നിവാസം കാണിക്കാൻ ഞാൻ സമ്മതിക്കൂലെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അമ്മച്ചി ഞാൻ എന്തോ തോന്നിയ ദിവസം കാണിച്ചത് ഗസ്റ്റ് ഒക്കെ ഒന്നും പതുക്കെ പറ. എന്താ അമ്മച്ചി പ്രശ്നം? പ്രശ്നം മോള് തന്നെയാണ്. ഞാനോ? അത് തന്നെ. അയ്യോ അമ്മച്ചി അതൊരു ഗസ്റ്റ് ആണ്, അവരെന്ത് ചെയ്തു? അവരെയൊക്കെ പിടിച്ച് നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടുത്തരുത്. കുടുംബകാര്യത്തിൽ ഇടപെടും. ഇത് കുടുംബകാര്യമാണ്, എല്ലാവരും അറിയേണ്ട കാര്യം കൂടിയാണ്. അതെ, ഏതോ ഒരു ചാനലിൽ കയറിയിട്ടേ ഈ 10 വിരലേലും 10 കളർ ക്യൂടെക്സ് ഇട്ടുണ്ട്. അതെ വന്നു. അതെ, അവിടെയാണ് കുഴപ്പം. അല്ലേ കണ്ടോ? അല്ല ഇത് നല്ലതല്ല, ഞാൻ മാം ചെയ്യുന്ന കണ്ടിട്ട് നല്ലതല്ലേ? ഇതുണ്ടോ? അതൊക്കെ ഫാഷൻ അല്ലേ? പിന്നല്ലേ, എന്താ കുഴപ്പമല്ലേ? ഒരു കുഴപ്പമില്ല. എന്നാലേ ഒരു കാര്യം ചെയ്യാമോ? നാളെ മുതലേ ഒരു കാലയിൽ ഷൂവും ഒരു കാലയിൽ സ്ലിപ്പർ കൊടുത്തോണ്ട് വരാമോ? അതൊരു നല്ല ഐഡിയ ആണല്ലോ അല്ലേ? ഹണി വയസ്സായ ആൾക്കാരല്ലേ, അങ്ങ് വിട്ടേക്ക്. എന്നാ കരുതിയാണ് ഞാൻ ഇത്രയും കാലം ക്ഷമിച്ചോണ്ടിരുന്നത്. എന്റെ ദൈവമേ, ഈ ഹണിന്ന് പേരിട്ടത് ആരാണെന്നാവോ? ഇത് എന്തും അമ്മച്ചി ഈ ആവശ്യമില്ലാത്ത ഇത്ര സില്ലി ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഊതിപ്പേരിപ്പിക്കുന്നത്. അതെ, ഞാനും നല്ല കുടുംബത്തിൽ പറഞ്ഞതാ. എന്റെ വീട്ടിലും ഉണ്ട് 4 കെട്ടും 8 കെട്ടും ഒക്കെ കേട്ടോ. അത് ശരിയാണ്. നീ 4 കെട്ടും 8 കെട്ടും 16 കെട്ടും. ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു കെട്ടേ ഉള്ളൂ. അതാണ് അതിന്റെ കാര്യം. വേണ്ടെന്ന് വെച്ചിട്ടേ ഇതൊക്കെ ഒന്ന് അറിയിക്കണം. ഇത് അവനോടൊന്ന് ചോദിക്കണം, ഇതെന്താണ് വിളിക്കണേ കാണിക്കണേന്ന്. വേണ്ട, ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പോയി ബേബിച്ചനെ വിളിച്ചോണ്ട് വരാം കേട്ടോ. ഇന്ന് നിങ്ങൾ അവസാനമായിരിക്കും കേട്ടോ. ബേബിച്ച ഇനി വന്നേ. തളരൊക്കെ മര്യാദ ഇരുത്തിക്കോണം. അവര് കുറെ നേരം എന്റെ നെഞ്ചത്തേക്ക് കയറാൻ തുടങ്ങിട്ട്. പോയി ചോദിക്കും പോ. പറ എന്നെ ഇട്ട് ചാടിച്ചതെല്ലാം ബേബിച്ചിന്റെ അടുത്ത് പറ. ചോദിക്കും ബേബിച്ച. സൈലൻസ് പ്ലീസ്. ഒരു ഗസ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ തറവാടിത്തം കാണിക്കണം. മേഡം, ഞാൻ ഫിലിംസ് ഒക്കെ കാണാറുണ്ട്, ഒരു ആരാധകനുമാണ്. 1 മിനിറ്റ്, ഒരു കുഞ്ഞാണ്ടി പ്രശ്നം ഒന്ന് ഒതുക്കിക്കോട്ടെ. ഓക്കെ ഓക്കെ. അല്ലേ, നിങ്ങൾ എന്റെ ഭാര്യയോട് എന്താണ് പറഞ്ഞത്? അയ്യോ, എന്തൊരു റഫ് ഫേസാ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാൻ. അതുകൊണ്ടാണ് കുടുംബം ഇങ്ങനെ സ്വസ്ഥമായി കഴിഞ്ഞു പോകുന്നത്. നിങ്ങളോടാണ് ചോദിച്ചാ പറഞ്ഞത്. തള്ളേ, എന്താണ് എന്റെ ഭാര്യ പറഞ്ഞതെന്ന്? ഇതൊക്കെ കാണുമ്പോ ചോദിക്കാതിരിക്കാൻ വയ്യ. ഇപ്പൊ 2 ആമക്കള് കല്യാണപ്രായമായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ. ചേച്ചി ഭാവിയിൽ ഇതുപോലൊരു അമ്മായിയമ്മയാവോ? ഭാവിയിൽ ഇങ്ങനെ ഒരു ഭൂതമായിട്ടുള്ള അമ്മായിയമ്മ ആകുമോ എന്നുള്ളത് നോക്കി വേണം പാത്തിരുന്ന് പാക്കണം. അപ്പൊ ചേച്ചിയുടെ ആമക്കളൊന്ന് സൂക്ഷിച്ചിരുന്നു. അപ്പൊ ഏതായാലും പക്ഷെ ശരിക്കും ഈ അമ്മായിയമ്മ മരുമകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പൊതുവേ കാണുന്ന? വേറൊരു കാര്യമുണ്ട്. കാരണം ഇങ്ങനെയുള്ള അമ്മായിയമ്മയും മരുമക്കളും ഉണ്ടെങ്കിലേ ലോകം ഒരു ഉണർവോടുകൂടി മുമ്പോട്ട് പോകും. ചട്ടിയും കലോ ആവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഇരിക്കണം. നമ്മള് കുറച്ച് പഴയ കാലത്തിലേക്ക് പോവാണെങ്കിൽ പണ്ട് നമ്മൾ അംബിക മാമിന്റെ എല്ലാ സിനിമകളിലൊക്കെ വളരെ ശാന്ത സ്വഭാവിയായ എന്തെങ്കിലും പറയണ്ടോന്നൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. അത്രയും നമ്മുടെ ശിരോത്കൃക്കായിട്ടാണല്ലോ എപ്പോഴും അഭിനയിക്കാറ്. അതന്നെ അത് നോക്കുവാണെങ്കിൽ ശരിക്കും റിയൽ ലൈഫില് അതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നോ? നേരെ ഉൾട്ടയാണോ? നേരെ ഉൾട്ടയാണ്. നേരെ ഉൾട്ടയാണ്. ഇങ്ങനെയൊക്കെ നിന്ന് ഈ നമ്മുടെ ശിരസ്കായി എന്നൊക്കെ ആ ടൈപ്പ് ക്യാരക്ടർ. അങ്ങനെയൊന്നും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മാം, എപ്പോഴെങ്കിലും നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ ഒരുപാട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് എനിക്ക് തമാശ ചെയ്യണം, എനിക്ക് ഗ്ലാമർ ആയിട്ട് അഭിനയിക്കണം, അടിപൊളിയായിട്ടൊക്കെ റോൾ ചെയ്യണം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എന്താണെന്നറിയോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, നമ്മൾ ഈ ഗുഡി ക്യാരക്ടേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് ചെയ്തു. ഒരുപാട് കരഞ്ഞ് ഒരുപാട് ഇമോഷൻസ് ഇതൊക്കെ ചെയ്തു. എനിക്ക് ഇനി ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുള്ളത് നല്ല നെഗറ്റീവ് റോൾസും കോമഡി റോൾസും. കട്ടവില്ലത്തി എൻ്റെ കോമഡി ഇഷ്ടമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന
നവരസങ്ങളിൽ ഒരെണ്ണമാണ് കോമഡി. അപ്പൊ ഈ കോമഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, ചേച്ചി ഇങ്ങോട്ട് കേറി വന്നപ്പോ നമ്മളൊരു ഹിറ്റ് പാട്ടിന്റെ ഇതിലാണ് നമ്മൾ ആ പിള്ളേരെ ഡാൻസ് ചെയ്തും കേട്ടത്. ആ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന കാലഘട്ടം മുതല് അമ്പിളിച്ചേട്ടൻ പാടിയ ആ ഒരു പാട്ട് ഇപ്പോഴും ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അത് ചേച്ചി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്, ചേക്കേറാൻ ഒരു ചില്ല എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ പാട്ടാണത്. അത് ഇപ്പോഴും സ്റ്റിൽ ഹിറ്റ് ആണ് കേട്ടോ ആ പാട്ട്. കുറെ നാളുകൾക്ക് ശേഷം ആ പാട്ടൊക്കെ കേട്ടപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫീല്? ഒന്നാമത്തെ കാര്യം, ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ ഒരു ഫാനാണ്. സോ അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ സൗണ്ടും ആ സമയത്ത് ചെയ്തിരുന്ന ആക്ഷൻസും അത് ഇതൊക്കെയാണ്. നല്ല വൈബ്രന്റ് ആയിട്ടുണ്ടല്ലേ മാമിനെ കാണാൻ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പാർലറിലെ പണിയൊക്കെ നിർത്തി മിഠായി കച്ചവടത്തിന് ഇറങ്ങിക്കാണോ? അയ്യോ അല്ല, ഇതെനിക്ക് കിട്ടിയ പുതിയ പണിയാ. പണി കൊടുക്കലായിരിക്കും പണി. ചെറുതായിട്ട് അല്ലേ? ഇതെന്താ AEIOU? എന്താ ഇത്? ഇത് സിനിമാക്കാര് സോപ്പിടാൻ വേണ്ടിട്ടുള്ള. കണ്ടിട്ടില്ലേ സിനിമ തുടങ്ങുമ്പോ സർട്ടിഫിക്കറ്റില് യുവും എയും ഒക്കെ കിടക്കുന്നത്? ഞാൻ വിചാരിച്ച A for അംബിക, U for you. അത് കൊള്ളാല്ലേ? നമ്മളെ പോലെ തന്നെ. ഇതെന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മാമിന് തന്നെ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തെടുക്കാം. നമ്മൾ തരുന്നില്ല, ഇഷ്ടമുള്ളത് മാമിന് തന്നെ പിക്ക് ചെയ്തെടുക്കാം. പക്ഷെ ആ എടുക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഉറപ്പായിട്ടും പറയണം. പറയാതിരിക്കരുത്. അതെ, ആ കുട്ടിക്ക് വിഷമാവും. അതെ, എനിക്ക് വിഷമവും, ഇത് ഈ കഷ്ടപ്പെട്ട് ഇതൊക്കെ എഴുതി വെച്ചവർക്ക് വിഷമവും അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. റെഡി? പിക്ക് ചെയ്യാം, മാമിന് ഇഷ്ടമുള്ളത് എടുക്കാം. യു വിൽ നിന്ന് തുടങ്ങാം. ദൈവമേ, എന്ത് ചോദ്യാണാവോ? എന്തായാലും പണി ഉത്സാഹിച്ചു തുറന്നോ. ഒരു പണിയില്ല, ഇതൊക്കെ സന്തോഷല്ലേ? അടിപൊളി. അഭിനയം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അതെ ചേച്ചിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് ഏത് ആർട്ടിസ്റ്റിനോട് ആയിരിക്കും? അതാരായിരിക്കും? അഭിനയം കണ്ടിട്ട് അസൂയ തോന്നിയ ഒരു ഫിലിം എന്റെ അനിയത്തി രാധ അഭിനയിച്ച മുതൽ മര്യാദ. സൗന്ദര്യം കൊണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളത് ഹേമമാലിനി. അപ്പൊ പറഞ്ഞു വരുന്നത് മാമിന് ഹേമമാലിനിയുടെ അത്ര സൗന്ദര്യം ഇല്ല എന്നാണോ? അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. പിന്നെ ചേച്ചിക്ക് അനിയത്തിയോട് ചെറിയ കുശുകുശുണ്ടായിരുന്നു എന്നാണോ? സത്യം സത്യമായിട്ട് പറയണ്ടേ? പിന്നെ അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതെന്ന് എടുക്കാം. എന്ത് കോനിഷ്ടക്ക് നീ ഇതിൽ എഴുതി കൊണ്ടുവന്നേക്കണം. കൊള്ളാട്ടോ, ഒരു സന്തോഷല്ലേ? SSLC പരീക്ഷയ്ക്ക് അവൾ ഇത്രയും ഉത്സാഹത്തോടുകൂടി സാധനങ്ങളൊന്നും എഴുതിയിട്ടുണ്ടാവില്ല. പുതിയ തലമുറയിലെ സിനിമാക്കാർക്ക് ഇല്ലാത്ത ഒരു ക്വാളിറ്റി, ബി ഓൺ ടൈം. സമയത്തിന് വരില്ല. നിന്നുദ്ദേശിച്ചാ പറഞ്ഞത്. അല്ല, നമ്മളെ എല്ലാരും ഇങ്ങനെ തലമുറയിലെ നായിക എന്ന് പറയുമ്പോ നീയാണോ? ഞാനല്ല. കുറവാണെന്നുള്ളത് മാറ്റിയെടുക്കുക. അതെ, കേട്ടല്ലോ, എല്ലാരോടും കൂടിയാ പറഞ്ഞേക്കണത്. പണ്ട് രാജവംശത്തിൽ ആരോ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. മീ ടു വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നാൽ അത് ആരെ കുറിച്ച് പറയും? ആരെ കുറിച്ച് പറയുമെന്ന്? ഇതിപ്പോ ചോദ്യം മാമിനോടല്ലേ? എന്നോട്. ഞാൻ ആരെ കുറിച്ച് പറയുമെന്ന്? ഞാൻ എന്നെ കുറിച്ച് പറയും. സ്വന്തമായിട്ട് മീറ്റോല് പെടുത്താനാണോ ഉദ്ദേശം? അതെ, വേറൊരാളിനെ ചീത്ത പറയുന്നേക്കാളും എന്നെ തന്നെ ഞാൻ ചീത്ത പറയുന്നല്ലേ? കുളുക്കി ഉഷ്ണക്കാറ്റുള്ള ഉഷസ്സിൽ ഉഷാറോട് ഉണരണം ഉഷേ. അത് കാണാതെ പറയണം, നോക്കാതെ പറയണം 5 പ്രാവശ്യം. ഉഷ്ണക്കാറ്റുള്ള ഉഷസ്സിൽ ഉഷാറോട് ഉണരണം ഉഷേ. 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 5. കടന്നവനാണീ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയാൽ ആദ്യം ചെയ്യുന്ന 5 കാര്യങ്ങൾ. അതായത് ഞാൻ കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആയാൽ ആദ്യം ചെയ്യുന്ന 5 കാര്യങ്ങൾ. ഒന്നും ചെയ്യില്ല. ചീഫ് മിനിസ്റ്റർ ആണ്, ഒന്നും ചെയ്യില്ല. വരുമ്പോഴല്ലേ നമുക്ക് ആളാവാൻ പറ്റൂ. വലുതായിട്ടോ
അങ്ങനെ പറയരുത്. ചീഫ് മിനിസ്റ്ററായി എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്താൽ കാര്യം. എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഒരു തീരുമാനമെങ്കിലും പറയും. അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുക, അതാണ് top of. തൊഴിലില്ലാത്തവർക്കൊക്കെ പണി കൊടുക്കുന്നത് എല്ലാവർക്കും പണി കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഡാഷ് കാരണം ചെയ്യില്ല എന്ന് തീരുമാനിച്ച സിനിമ. ഇതിൽ തന്നെ ഉണ്ടല്ലോ ഡാഷ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ചൊരു സിനിമ ചെയ്യില്ല എന്ന് തീരുമാനിച്ച പടങ്ങളില്ല, ചെയ്യാൻ പറ്റാതെ പോയ ഒരു ഫിലിമുണ്ട്, ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട്, ചിത്രം. ഓയ്യോ ഈ വലുതെന്തോ expression വരാനിരുന്നാണ് അതിങ്ങനെ പോയി. അത് ഭയങ്കര കഷ്ടായി പോയി. അംബിക മാമിന് ഇപ്പോഴും ആ സങ്കടം ഞങ്ങൾ കണ്ടു. ആ സങ്കടമുണ്ട്. രഞ്ജിനി ചേച്ചി ഇപ്പൊ ഇതവിടെ കാണുന്നുണ്ടാവുണ്ട്. പാവം രഞ്ജിനി വിളിച്ചായിരുന്നു. എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെയും കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവരുടെ ആക്ടിംഗ് സ്കിൽസ് അനുസരിച്ച് റാങ്ക് ചെയ്യാമോ? രജനീകാന്ത്. അങ്ങനെ വൺ വേർഡിലെ മറുപടി. രജനീകാന്ത്, കമലഹാസൻ, മോഹൻലാൽ, മമ്മൂട്ടി ഇവരെ അഭിനയത്തിന്റെ ഇതില് മാം ഒരു ഓർഡറിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് മുതല് അങ്ങനെ പറയുകയാണെങ്കിൽ എങ്ങനെ ടോപ്പ് ടു ബോട്ടം ഇതിൽ പറയുമ്പോ നമ്പർ 1 ആയിട്ട് ഞാൻ കമലഹാസൻ പറയും. ആഹാ. മറ്റേ 3 പേരും ഒരേ സ്ഥലത്ത് പറയും. എന്തോ ഒരു തകരാറ്. രാഷ്ട്രീയത്തിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ ആദ്യം ചെയ്യാമെന്ന് 5 കാര്യങ്ങൾ ഏതായിരിക്കും. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീലത്താമര എന്ന സിനിമയിൽ കുഞ്ഞുമാളു എന്ന കഥാപാത്രത്തെ അംബികയും ചെയ്തു, അർച്ചനയും ചെയ്തു. അതിൽ ആരാണ് കുഞ്ഞുമാളുവിനെ ഏറ്റവും നന്നായി അവതരിപ്പിച്ചത്? അത് ഞാൻ പറയാൻ പാടില്ല, പ്രേക്ഷകർ വേണം പറയാൻ. എന്നാ ശരി, നമ്മുടെ അർച്ചന കവി ചെയ്തല്ലോ ഇപ്പത്തെ തലമുറയുടെ, അതെങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്ത സിനിമയിലെ കുറെ നല്ല സീൻസ് അതിലില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ചെറിയൊരു സന്തോഷം അപ്പൊ ഞാൻ വന്ന പണി അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. നല്ലപോലെ പണി തന്നു, വളരെ നന്ദിയുണ്ട്. ഇതുപോലുള്ള പണികൾ ഞാൻ ഇനിയും കൊണ്ടുവരും. ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളച്ചിരുന്ന് ഞാൻ ഓരോരോ കളർ പേപ്പറിലൊക്കെ എഴുതി ഉണ്ടാക്കി കെട്ടി കണ്ടോ. അപ്പൊ എന്തായാലും ഇനി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, നിങ്ങളുടെ പണി നടക്കട്ടെ. എനിക്ക് എന്തായാലും ഇനി അടുത്ത ആക്കുള്ളത് പോയി എഴുതി തിരിച്ചുണ്ടാക്കി. ഉറപ്പായിട്ട് വരും. ഓക്കെ, താങ്ക് യു ജെനി, താങ്ക് യു. അംബിക ചേച്ചി, ഈ അധികം മലയാളികൾക്കും ചേച്ചിനെ അറിയാവുന്നത് ഇപ്പൊ ഒരു നായിക, ആക്ട്രസ് എന്നുള്ളൊരു നിലയിലാണ്. പക്ഷെ നമുക്ക് ആർക്കും അറിയില്ലാത്തൊരു കാര്യം, ചേച്ചി ഒരു നല്ല എഴുത്തുകാരിയാണെന്നുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് മുന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കഥ അല്ലെങ്കിൽ എത്ര വയസ്സിൽ എഴുതി തുടങ്ങി? സ്റ്റിൽ റൈറ്റിംഗ് എന്താണ് അതിന്റെ ഒരു? ചെറിയ വയസ്സ് മുതലേ എഴുതും, കഥ എഴുതും, കവിത എഴുതും. ഞാൻ ആദ്യം എഴുതിയ കവിത വായിച്ചു നോക്കിയിട്ട് അതിലുള്ള അക്ഷരത്തെറ്റുകളും ചില വാക്കുകളൊക്കെ ശരിയാക്കി തന്നത് സത്യൻ അന്തിക്കാട്, സത്യൻ ചേട്ടനാണ്. ആ കവിതയുടെ പേര് പൂവിനോട് എന്നാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനത് തുടർച്ചയായിട്ട് എഴുതുമായിരുന്നു. ഇപ്പോഴും എഴുതാറുണ്ട്. ഇല്ല, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഐ മീൻ സ്ക്രിപ്റ്റ് മനസ്സിലുണ്ട്, എഴുതിയും വെച്ചിട്ടുണ്ട്, ബട്ട് കൊടുക്കൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ബട്ട് എഴുത്ത് ഇഷ്ടമാണ്, ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പൊ പാട്ടുകൾ എഴുതാറുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ഈ ട്രെൻഡ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പാട്ട് എഴുതലാണ് ജോലി. എവിടെയൊക്കെ ഞാൻ തിരക്ക് നടന്നെന്നറിയാവാ. ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എക്സ്ക്യൂസ് മീ, താൻ ആരുവാ? ഞാൻ ഈ ആടിന്റെ ആളാ. ഇവിടെ ആടിന്റെയും പട്ടിയുടെയൊക്കെ ആളാണെങ്കിൽ മോളിന് വെളിയിൽ കൊണ്ടുപോയി കെട്ടിക്കൊള്ളണം. അതല്ലെന്ന്, എന്ത് കിട്ടിയാലും പരസ്യമാക്കണ ആളാണ്. ഓ, നോണയനാണല്ലേ? നുണയനല്ല, ഈ ആട് ഫിലിമില്ലേ? ആട് ഫിലിമോ? പരസ്യം. ഫിലിം അതിന്റെ ഡയറക്ടറാണ് ഞാൻ. ഓ ശരി ശരി. മാഡം, വ്യാക്ക് പറഞ്ഞ വ്യാക്കായിരിക്കും. വ്യാക്ക് തെറ്റിച്ച് ഓർക്കണ്ട. 20-ാം നൂറ്റാണ്ട് സിനിമയിൽ വെച്ച് എന്നോട് അഡ്വാൻസ് വാങ്ങിയിരുന്നത് പരസ്യം ചെയ്തു തരാന്ന് പറഞ്ഞു. ഇപ്പൊ 21-ാം നൂറ്റാണ്ടായി, ആ പരസ്യം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. മോശമായി പോട്ടാ. 20-ാം നൂറ്റാണ്ടിന്റെ എവിടെ ലൊക്കേഷനിൽ വെച്ച് അഡ്വാൻസ് തന്നില്ലേ പരസ്യം ചെയ്യണമെന്ന് പറഞ്ഞു. ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? അത് മോഹൻലാൽ ലാലേട്ടനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ പരസ്യമായിരുന്നു. അപ്പൊ ആ പരസ്യം ഞാനും ലാലേട്ടനുമായിട്ടാണ്. മേടിച്ചത് ഓർക്കണില്ലേ? അപ്പൊ ലാലേട്ടന്റെ ഡേറ്റ്സ് വാങ്ങിച്ചോണ്ട് വന്നേ നമുക്ക് ചെയ്യാന്നുള്ളല്ലേ ഉള്ളൂ. അതെ, ഇപ്പം ലാലേട്ടന് ഡേറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ലാലേട്ടനേക്കാൾ മിടുക്കനായ ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ലാലേട്ടനെക്കാളും മിടുക്കൻ, ഒരു മയത്തിലൊക്കെ തള്ളാൻ. കണ്ടോ? കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഞങ്ങൾ ഞെട്ടും. നോക്കാം, ആ പരസ്യം ഇവിടെ ചെയ്തേക്കാം. മാഡം ഇനി ബിസി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പാടാ. ഓക്കെ അല്ലേ മാഡം? മിടുക്കനാണ്, മിടുക്കൻ. അല്ല, കണ്ടാൽ അറിയുന്നല്ലേ പറയുന്നത്.
മതി മതിയടാ. എവിടെയെങ്കിലും ഒന്ന് അടങ്ങി നിൽക്കുവോ? ഇദ്ദേഹമാണ് മിടുക്കൻ. ആ. ഓ മിടുക്കനല്ലേ? ഇവൻ മിടുക്കനാണ് ഇവൻ. ആര് പറഞ്ഞാ മിടുക്കനല്ലെന്ന്? മിടുക്കനാണ് നീ. അല്ല മിടുക്കനല്ലെന്ന് പറഞ്ഞു. അല്ലല്ല ഞാൻ ചോദിച്ച ഇതാണോ മിടുക്കൻ എന്ന് അതെ 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 ചോദിക്കുക. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ലാലേട്ടൻ എത്ര മക്കളുണ്ട്? 2 കുട്ടികൾ. 2 കുട്ടികളല്ലേ ഉള്ളൂ. എനിക്ക് 6 മക്കളുണ്ട്. അപ്പൊ ഞാനല്ലേ മിടുക്കൻ. അതുകൊണ്ട് എന്നെ കൊച്ചാക്കാൻ നോക്കരുത്. അപ്പൊ നമുക്ക് ഇനി സമയം കളഞ്ഞ പരസ്യം അങ്ങ് ചെയ്തേ. അപ്പൊ എന്നോട് കൂടെ അഭിനയിക്കുന്ന ആരാണ്? കൂടെ അഭിനയിക്കുന്നത് എടാ അംബിക മാഡം നീ കേട്ടിട്ടില്ലേ? ടെൻഷൻ ഉണ്ടെങ്കിൽ പറയണം. ആർക്ക്? അല്ല ടെൻഷൻ ഉണ്ടെങ്കിൽ ഓ, അഭിനയിക്കാൻ ടെൻഷൻ ഉണ്ടെങ്കിൽ പറയാൻ. എന്നാ എനിക്ക് ടെൻഷൻ ഉണ്ട്, കൈ പറയുന്നു. ഓ അങ്ങനെ. അതെ അതെ അതെ. നമുക്കത് ചെയ്യാം. ആ, ശരി. നമ്മൾ ആ 20-ാം നൂറ്റാണ്ട് സിനിമയിൽ ചെയ്ത ആ ഒരു സീനില്ലേ? ഏതാണ്? ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വന്നെ. ആ, ഓ, മറ്റേ ഹിറ്റായിട്ടുള്ള scene. അതാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ പരസ്യം. അതെ അത് അതിൽ നിന്ന് ഞങ്ങൾ പരസ്യം ഉണ്ടായിക്കോളാം. ഓ ഓ അങ്ങനെ. അതാണല്ലോ ഒരു ഡയറക്ടറുടെ കഴിവ്. അതായത് ആ സീനെ ഇപ്പൊ പരസ്യമാക്കിയിട്ട് അതിൽ നിന്ന് വേറൊരു പരസ്യം. അതെ. ഓ മിടുക്കൻ. എന്തായാലും ബുദ്ധിയൊക്കെ. കേൾക്കണമെന്നുണ്ടോ? ആ കേക്കാം. കേൾക്കാം. ആ കേക്കാം. കേൾക്കാം. ജസ്റ്റ് നമുക്ക് ആ ലിഫ്റ്റിൽ കയറാം. അതിന്റെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്തു തരാം. ഓ ശരി. ഓക്കെ. ഇപ്പൊ ലെഫ്റ്റിൽ പോണം. ആ പോണം. പോകും പോകും. നിങ്ങളുടെ കൂടെയാണോ ലിഫ്റ്റിൽ കയറുന്നത്? മാഡം ഒന്ന് സൂക്ഷിച്ചേക്കണേ. അതെ 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 അതെ. ആ ഇവനെ 2 കേസുള്ളതാണ് കേട്ടാ. എന്റെ പേര് 2 കേസുള്ള. ചുമ്മാ ഇതൊന്നും പറയാം. ആക്ഷൻ. സാറിന് എന്താ ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. നല്ല ഇനം ജാക്കികൾക്ക് സമീപിക്കുക. സാഗർ ഏലിയാസ് ജാക്കി. ലോറി, കാറ്, ഓട്ടോറിക്ഷ, ഏത് വണ്ടി വൈകിട്ട് സൈക്കിൾ വരെ കുത്തിപ്പൊക്കാൻ പറ്റിയ ഏക ജാക്കി സാഗർ ഏലിയാസ് ജാക്കി. ഏലിയാസ് സാഗർ പിന്നെ ഈ ജാക്കിക്ക് വേണ്ടിയിട്ടാണോ ആ ജാക്കിയുടെ ഡയലോഗ് എന്നെ കൊണ്ട് പറയിപ്പിച്ചേ? ചേച്ചി എന്റെ പേര് സാഗർ, ഇത് ഏലിയാസ്. നമ്മുടെ ഒരു സംരംഭമാണ് ഈ ജാക്കി കച്ചവടം. ജാക്കി, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ കേൾപ്പിക്കും? ഇത് നമ്മളെ പരസ്യം. ഓ ചേച്ചി വലുതെന്തോ വരാനിരുന്നത് ഇങ്ങനെ പോയി. ഇങ്ങനെ തീർന്നു വിചാരിച്ചാ മതി. ചേച്ചി ഇവൻ പറഞ്ഞ ഫീമെയിൽ ടോണിൽ പറഞ്ഞ ആ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്കിയുടെ പരസ്യം ഓക്കെ. ഓ ഞാൻ പറഞ്ഞ ചേച്ചി പറയണം. ഞാൻ പറയാം. ഇത് ചേച്ചി പറയണം. പറയണം. അല്ല ഞാൻ പറയുന്നേക്കാളും ഈ മിടുക്കൻ പറയുമ്പോഴാ അതിനൊരു ഭംഗി. അപ്പൊ ചേച്ചി പൈസ മേടിച്ചിട്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ ഇങ്ങനെയുള്ള ഈ പരസ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഈ ഡയലോഗ് പറയിപ്പിച്ചേ. അതെ ജാക്കി മോശ സാധനമൊന്നും അല്ലല്ലോ, ജാക്കി നല്ലതല്ലേ. പക്ഷേ എങ്കിലും ഈ ജാക്കിക്ക് വേണ്ടി ആ ജാക്കിയുടെ ഡയലോഗ് പറയിപ്പിച്ച അത് മോശമായി പോയി. ആ പിന്നെ എനിക്ക് ആഡൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പൈസ മേടിച്ചിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നോട് പറയുമ്പോ ആ ആഡ് വേറെയായിരുന്നു, പക്ഷെ ഇപ്പൊ ആഡ് വേറെയായി. എന്നാ ഒരു കാര്യം ചെയ്യും ചേച്ചി. അനെ ഒരു രാജാവിന്റെ മകൻ സിനിമയിൽ ഒരു പാട്ട് സീൻ വെച്ച് തരാം. ഒരു 2 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചാൽ മതി. ഞാൻ അതിൽ നിന്ന് പരസ്യം ഉണ്ടായിക്കോളാം. ജാക്കി ഉപേക്ഷിച്ചു. അപ്പൊ ഈ ജാക്കിയുടെ പരസ്യമല്ല, ജാക്കില്ല. ആ പാട്ട് സീൻ 2 ആ പാട്ട് പെട്ട് തരാം. പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. കുട്ടി ഇപ്പോഴും ഫീൽഡാണ്, ഔട്ടായില്ല. വെച്ചിട്ടുണ്ട്. ആ പാട്ട് പ്ലേ. ഓ സംഗീതമേ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. ഹിമഗിരിതൻ കൊടുമുടിയിൽ പുതിയൊരു തിങ്കൾ കലയൊലിച്ചു. വിണ്ണിലെ ഗന്ധർവ വീണകൾ പാടുന്ന സംഗീതമേ, ഓ സംഗീതമേ. സംഗീതാത്മകമായിട്ട് ഏത് വണ്ടിയും കുത്തിപ്പൊക്കാൻ സാഗർ ഏലിയാസ് ജാക്കി. ലോറി, കാറ്, ടെമ്പോ വാൻ, ജീപ്പ്, വണ്ടി ഏതുമായിക്കോട്ടെ സാഗർ ഏലിയാസ് ജാക്കി. ചേച്ചി ആ ജാക്കി എടുത്ത് ഇവന്മാരുടെ തലവണ്ടി അടിച്ച് പൊളിക്കാൻ വേണ്ടത്. അതാ ചെയ്യേണ്ടത്. അല്ല ഈ ജാക്കിയുടെ പരസ്യം എങ്ങനെയല്ലേ എനിക്ക് ജാക്കിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എന്തായാലും ഈ പരസ്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ ലാലേട്ടനെ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ അറ്റൻഡ് ചെയ്യരുത്. വേണ്ട 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 ഇതിനെക്കാട്ടി മേലുള്ള ആർട്ടിസ്റ്റ് വെച്ച് നമുക്ക് ജാക്കിയുടെ പരസ്യം ചെയ്യാം. ഇനി മേലെ ആരാണ് ജാക്കിയുടെ പരസ്യം ചെയ്യുന്നത്? ജാക്കി ഷറഫ്. ജാക്കി ഷറഫിനോ ചെയ്യാം. ജാക്കി ഷറഫിൽ ജാക്കി ഉണ്ട്.
ഞങ്ങൾ ജാക്കി ഷറഫിനെ വെച്ച് ഈ പരസ്യം ചെയ്യും. ശരി, അപ്പൊ ജാക്കി ഷറഫ് കിട്ടിയില്ലെങ്കിലോ? നേരെ ചൈനയിൽ പോകും. എന്തിന്? അവിടെ ജാക്കി ചാൻ ഉണ്ടല്ലോ. എടാ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വാ, 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 അത്. അപ്പൊ ഏതായാലും 40 വർഷങ്ങളുടെ അഭിനയ സപര്യ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. ഒത്തിരി ഒത്തിരി നല്ല സിനിമകൾ ഇനിയും വരാനിരിക്കുന്നു. ചേച്ചി അതോടൊപ്പം തന്നെ ചേച്ചിയുടെ മകനും സിനിമയിലേക്ക് വരാൻ പോവുകയാണ്. ഇനിയുള്ള എന്റെ എന്താ പറയുന്നത്, എന്റെ സന്തോഷം, എന്റെ നമ്മൾ പറയില്ല, എല്ലാ അച്ഛനമ്മമാർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും. അതുപോലെ എന്റെ ആഗ്രഹം, എന്റെ മകൻ, അവന്റെ പേര് രാം കേശവ് എന്നാണ്, അവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഭാഷ ഏതാണെങ്കിലും കുഴപ്പമില്ല, അവൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അപ്പോ രാം കേശവ് എന്ന താരപുത്രൻ അല്ലെ അംബിക മാമിന്റെ ട്രെയിനിങ്ങിൽ റെഡിയായി നിൽക്കുകയാണ്. സംവിധായകരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പൊ ഏതായാലും ഇനി ഈ താരകുടുംബത്തിൽ നിന്നും അടുത്ത ഒരു താരപ്പിറവി ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ആൻഡ് മാം തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉള്ള അത്രയും നാളും ഞങ്ങൾക്ക് നല്ല നല്ല സിനിമകൾ തരുന്നോണ്ടിരിക്കണം. ഇതുപോലെ വീണ്ടും ഞങ്ങളുടെ മോളിൽ വരണം, തമാശ ബസാറിൽ വരണം. ആൻഡ് എല്ലാ സപ്പോർട്ടും എല്ലാ വിധത്തിലുള്ള ഇൻസ്പിറേഷനും ഇത്രയും കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി മാം. സോ അംബിക മാമിനോടൊപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു സായാഹ്നം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് പ്രസൻസ് തമാശ ബസാർ, co-powered by Gyproc Amazing Ceiling Designs. Good night. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. നല്ല ഇനം ജാക്കികൾക്ക് സമീപിക്കുക. സാഗർ ഏലിയാസ് ജാക്കി. ലോറി, കാറ്, ഓട്ടോറിക്ഷ, ഏത് വണ്ടി വൈകിട്ട് സൈക്കിൾ വരെ കുത്തിപ്പൊക്കാൻ പറ്റിയ ഏക ജാക്കി സാഗർ ഏലിയാസ് ജാക്കി. ഏലിയാസ്